ഇന്ത്യ ആണവ പോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഈ വാർത്തയുടെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന അവസരത്തിൽ പാകിസ്ഥാൻ്റെ കിർണ ഹിൽസിൽ നിന്ന് വലിയ തോതിൽ ആണവ വികിരണമുണ്ടായി. അവിടെ ആക്രമണം നടത്തുകയും ഈ പറയുന്ന കിർണ ഹിൽസിനെ തകർത്തു, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണ് അവിടെ ആക്രമിച്ചതെന്നൊക്കെയാണ് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളും അപ്രകാരം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇന്ത്യ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല നമ്മളവിടെ ആക്രമിച്ചു എന്നുള്ള കാര്യം. എന്തായാലും ഇന്ത്യ നിർമ്മിക്കുന്ന പുതിയ മിസൈലുകൾ ആണവ പോർമുനകളെ വഹിക്കാൻ ശേഷിയുള്ളതാണ്. ഏതാണ്ട് 5000-ഓളം കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഈ നിരന്തരം ആണവ ഭീഷണി മുഴക്കുന്ന അസീം മുനീറൊക്കെ ഉള്ള രാജ്യമാണ് പാകിസ്ഥാൻ. ആണവ യുദ്ധത്തിലേക്കൊക്കെ ആണോ കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്? ആണവ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്നുള്ളതിന് നമുക്കൊരു തീരുമാനമായിട്ടില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് സാധ്യത വളരെ കുറവാണ്. പ്രിയനെ അറിയാം, ഇന്ത്യ ഒരിക്കലും അങ്ങനെ ചെയ്യാനും ഇടയില്ല. പക്ഷേ നമ്മൾക്ക് ഇത് കരുതി വയ്ക്കാം. ഇൻ കേസ് ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ, അത്രത്തോളം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യം ഇന്ത്യക്ക് ഉണ്ടാവുകയാണെങ്കിൽ പ്രയോഗിക്കേണ്ടിയും വരും. പക്ഷേ അത് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ നമ്മുടെ കയ്യിലുള്ളത് നമുക്ക് എപ്പോഴും ഒരു മുതൽക്കൂട്ടാണ്. കാരണം മറ്റു രാജ്യങ്ങൾക്ക്, നമ്മുടെ ശത്രു രാജ്യങ്ങൾക്ക് നമ്മുടെ നേരെ വിരലോങ്ങാനായിട്ട് ഒരു ഭയം ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ പറയില്ലേ, അന്ധഭയം ഇറുക്കണം എന്ന് പറയുന്നത് പോലെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യയുടെ പോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ വീണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയാവുന്നത് നമ്മുടെ അഗ്നി 5 മിസൈല് അതിൻ്റെ പരീക്ഷണം വിജയമാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം കൂടിയാണ്. അപ്പോൾ ഈ ഒരു മിസൈലിൻ്റെ പരീക്ഷണം വിജയമാണ് എന്ന് പറയുമ്പോഴാണ് പാകിസ്ഥാൻ്റെ മനസ്സിലും ഒരു ഉൾക്കിടിലമൊക്കെ ഉണ്ടാകുന്നത്. ഇവർ വീണ്ടും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ ദാസ, പിടിച്ചു നിൽക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതാണ് അവരുടെ മനസ്സിലൂടെ പോകുന്ന ഒരു കാര്യം. അതിപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് ആയുധങ്ങൾ കൊടുക്കുന്ന ചൈനയ്ക്കായാലും അമേരിക്കയ്ക്കായാലും ഇത്തരത്തിൽ ഉള്ള ഒരു ഭയം ഉണ്ടാവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. എന്തായാലും അഗ്നി 5 ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് ഒഡീഷയിലെ ചന്ദിപ്പൂരിലെ വിക്ഷേപണ നിലയിൽ നിന്നാണ് പരീക്ഷണാർത്ഥമുള്ള ഈ വിക്ഷേപണം നടത്തിയത്. പരീക്ഷണം വിജയമാണെന്ന് പ്രതിരോധ മന്ത്രാലയം നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആണവ ശക്തിയുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ശക്തിയും ശേഷിയും ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കാൻ വേണ്ടി ഇത്തരം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഉപയോഗിക്കുക പതിവാണ്. ആണവായുധം പ്രയോഗിക്കാൻ വല്ല പദ്ധതിയും ഉണ്ടെങ്കിൽ അതിൽ നിന്നും പിൻവാങ്ങിക്കോളൂ എന്നൊരു പരോക്ഷ സൂചന കൂടി ഈ അഗ്നി 5ൻ്റെ പരീക്ഷണത്തിലൂടെ നമ്മൾ പാകിസ്ഥാനും ബാക്കിയുള്ള രാജ്യങ്ങൾക്കും, എസ്പെഷ്യലി പാകിസ്ഥാൻ, ഡെഡിക്കേറ്റഡ് ടു പാകിസ്ഥാൻ എന്ന് പറയുന്നത് പോലെയാണ്. അപ്പോൾ ഇത് വലിയ ഭീഷണിയാണ് പാകിസ്ഥാന് ഉയർത്തുന്നത് എന്നുള്ളത് ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തിങ്ക് ടാങ്ക് ആയിട്ടുള്ള ദ സ്ട്രാറ്റജിക് വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനും ഫീൽഡ് മാർഷൽ അസീം മുനീറിനുമൊക്കെ ഒരു മുന്നറിയിപ്പ് തന്നെ ഇപ്പോൾ തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇപ്പോൾ അണുവായുധം പ്രയോഗിക്കുമെന്നുള്ളത്. നമ്മളുടെ കയ്യിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇതിലൂടെ വരുമ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഒരു തവണ കൂടി വാ തുറന്ന് പറയണമെന്നുണ്ടെങ്കിൽ 2 വട്ടമല്ല, ഒരു 10 വട്ടം ചിന്തിക്കേണ്ടി വരും. അത്തരത്തിൽ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രയോഗിക്കാൻ നമുക്ക് യാതൊരു മടിയും ഉണ്ടാകില്ല. പക്ഷേ നമ്മളത് പ്രയോഗിക്കില്ല. പാകിസ്ഥാൻ അത്രമേൽ പ്രകോപനം ഉണ്ടാക്കുകയും നമുക്ക് എതിരായിട്ടുള്ള, നമ്മുടെ രാജ്യത്തിനെതിരെ അത്തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾക്ക് അവിടെ ഒരു ചെറുവിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഇപ്പോൾ നടത്തുന്ന ഈ സംയമനം എന്ന് പറയുന്നത് അങ്ങോട്ട് മാറ്റിവെക്കുകയും അതിനുള്ള നടപടി, അതായത് തിരിച്ചുള്ള മറുപടി കൊടുക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. ഒരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലാണ് ഈ അഗ്നി 5 എന്ന് പറയുന്നത്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്നത് ദീർഘദൂര ലക്ഷ്യസ്ഥാനങ്ങളിൽ ആണവ സ്ഫോടനം നടത്താൻ ശേഷിയുള്ള ഒരു തരം മിസൈലാണ്. ഏകദേശം 1500 കിലോഗ്രാം ആണവ പോർമുന വഹിക്കാനായിട്ട് അഗ്നി 5ന് കഴിയും. 3 ആണവ പോർമുനകളാണ് അഗ്നി 5ൽ ഫിറ്റ് ചെയ്യാനാവുക എന്നുള്ളതാണ്. ഏതാണ്ട് 5000 കിലോമീറ്റർ ദൂരത്തിന് മുകളിൽ ഇതിന് സഞ്ചരിച്ച് ലക്ഷ്യത്തിലെത്താനും
സാധിക്കും എന്നുള്ളതാണ്. അവിടെയാണ് പാകിസ്ഥാന് ഒരു ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ ഒന്നാണല്ലോ കിർണ ഹിൽസ്. ഈ കിർണ ഹിൽസിൽ നമ്മൾ ബ്രഹ്മോസ് പ്രയോഗിച്ചപ്പോൾ തന്നെ അവരും ഞെട്ടി, ഒരേ സമയം അമേരിക്കയും ഞെട്ടി. അപ്പോൾ ഈ കിരണ കുന്നുകളാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആണവ കേന്ദ്രം. അത് തകർക്കാനായിട്ട് ഇപ്പോൾ അഗ്നി 5-ന് കഴിയുമെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇതിൻ്റെ എന്താ പറയുക, ദൂരപരിധി എന്ന് പറയുന്നത് തന്നെയാണ്. ഈ കിരാന കുന്നുകളും ഇന്ത്യയും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് 1409 കിലോമീറ്ററാണ്. നമ്മുടെ അഗ്നി 5-നുള്ള ദൂരപരിധി എന്ന് പറയുന്നത് 5000 കിലോമീറ്ററിൽ കൂടുതലാണ് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് അവർക്ക് അത്രത്തോളം ഭയം ഉണ്ടാക്കുന്നു എന്നുള്ളതിൻ്റെ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ ദൂരപരിധിയുടെ കാര്യം തന്നെയാണ്. അപ്പോൾ ഇനി ഇപ്പോൾ എന്തായാലും അസീം മുനീർ നാട്ടിലില്ല. അസീം മുനീർ ഒരു മുങ്ങിയിട്ട് പിന്നെ ഇതുവരെ പാകിസ്ഥാനിൽ പൊങ്ങിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം. കാരണം അവിടെയുള്ള നാശം വിതയ്ക്കാനുള്ളതും അയാൾക്ക് അയാളുടേതായിട്ടുള്ള കച്ചവടങ്ങളും എല്ലാം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മൂപ്പര് പല രാജ്യങ്ങളിലേക്ക്, ഇവർക്ക് താല്പര്യമുള്ള രാജ്യങ്ങളിലേക്ക് വിസിറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല വിദേശ മാധ്യമങ്ങൾക്കുമൊക്കെ അഭിമുഖങ്ങൾ നൽകുന്നുണ്ട്. ഈ അഭിമുഖത്തിൽ മുഴുവനും പറയുന്നത് ഇന്ത്യക്കെതിരെയുള്ള കാര്യങ്ങളാണ്. അപ്പോഴാണ് ഈ ഒരു പരീക്ഷണം കൂടി നടത്തുന്നത് എന്നതാണ്. അപ്പോൾ ബ്രഹ്മോസ് ഏൽപ്പിക്കുന്ന ആഘാതമായിരിക്കില്ല ഒരു ഘട്ടത്തിൽ നമുക്കിത് പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അതിനുള്ള മുൻകരുതൽ എടുക്കേണ്ടത് സത്യത്തിൽ പാകിസ്ഥാൻ തന്നെയാണ്. ഇവർക്ക് ഇപ്പോൾ തന്നെ മുന്നറിയിപ്പ് അവർ നൽകിയിട്ടുണ്ട്, ഒരു മുന്നറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അത് പാക് പ്രധാനമന്ത്രിക്കും കിട്ടിയിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി അവിടെ ഉണ്ട് എന്ന് പറയുന്നതല്ല, ആ മനുഷ്യൻ്റെ തലയോ എന്തെങ്കിലും ഒരു ശബ്ദമോ ഒന്നും ആ നാട്ടിൽ നിന്ന് കേൾക്കാനില്ല. പകരം അസീം മുനീർ എന്ന് പറയുന്ന തീർത്തും മതഭ്രാന്തനായിട്ടുള്ള ഭീകര കേന്ദ്രങ്ങളെ പൂർണ്ണമായിട്ടും പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന, അവർക്ക് വേണ്ടിയിട്ട് ഫണ്ട് സ്വരൂപിക്കാൻ നടക്കുന്ന ഒരു സർവ്വസൈനാധിപന്റെ വാക്കുകൾ മാത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾക്ക് ഒരു എന്താ പറയുക, ആ ഒരു ഭയം, തീർത്തും നിർഭയമായിരിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളിലേക്ക് ഒരു ആയുധം കൂടി എത്തിച്ചേരുകയാണ് എന്നുള്ളതാണ് ഈ അഗ്നി 5-ന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബങ്കറുകൾ തകർക്കുന്ന അഗ്നി 5 ബങ്കർ ബസ്റ്റർ ബോംബ് DRDOയിൽ ഒരുങ്ങുക കൂടി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അഗ്നി 5-ന്റെ പുതിയ പതിപ്പായിരിക്കും ഇത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഭൂമി തുറന്ന് 100 മീറ്ററോളം വരെ താഴേക്ക് പോയതിന് ശേഷം ഉഗ്ര സ്ഫോടനം നടത്താനായിട്ട് അഗ്നി 5-ന്റെ പുതിയ പതിപ്പായിട്ടുള്ള ബലിസ്റ്റിക് മിസൈൽ ഇന്ത്യ തയ്യാറാക്കുന്നതും ഈ ആണവ കേന്ദ്രങ്ങൾ തകർക്കാനാണ് എന്നുള്ളതാണ്. ഇതിനെ തുടർന്നിട്ട് ഇപ്പോൾ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ വരെ വരുമ്പോൾ മിസൈലും ബങ്കർ ബസ്റ്റർ ബോംബുകളും കൂടി ആകുമ്പോഴുണ്ടാകുന്ന ഒരു ആഘാതം, അത് എനിക്ക് തോന്നുന്നില്ല ചൈനയ്ക്കോ അമേരിക്കയ്ക്കോ പോലും അത് ചിന്തിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. കാരണം അവരുടെ പേര് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഇവരാണല്ലോ ഈ സപ്പോർട്ട് ചെയ്യുന്നത്. പാല് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയും ചൈനയുമാണ്. ചൈനയുമായിട്ട് നമ്മൾ പല നയതന്ത്ര ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന് പറയുമ്പോഴും ഇവർ എത്രത്തോളം അതിലേക്കൊക്കെ കയറി വരും, ഇവരെത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രമാണ് ഇത്തരം രാജ്യങ്ങളോട് പെരുമാറാറും എന്താ പറയുക ബന്ധങ്ങളിൽ ഏർപ്പെടാറുമുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ആണവ പോർമുന, അതായത് ഈ ഒരു ആണവ പോർമുന പാകിസ്ഥാന്റെ നേരെ എപ്പോഴും സുസജ്ജമായി തന്നെ ഇരിക്കും. അവരുടെ വാക്കും പ്രവൃത്തിയും നോട്ടവും ശരിയല്ല എന്നുണ്ടെങ്കിൽ ഒരു ഘട്ടത്തിൽ പ്രയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യക്ക് പ്രയോഗിക്കാൻ മടിയുണ്ടാകില്ല എന്നുള്ളത് ഈ പറയുന്ന ഫീൽഡ് മാർഷൽ ആയിട്ടുള്ള അസീം മുനീർ ഉൾപ്പെടെയുള്ള ഭീകര കൂട്ടങ്ങൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.